ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് മുൻപിൽ പ്രമുഖർ എത്തുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു അന്വേഷണ സംഘം. അതേസമയം ഈ ചോദ്യം ചെയ്യലിനെ സ്ഥിരീകരിച്ചുകൊണ്ട് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു കടകംപള്ളി സുരേന്ദ്രൻ. ആദ്യ പ്രതികരണമായിരുന്നു അത്. 2019 വിശദാംശങ്ങൾ ചോദിച്ച് അറിഞ്ഞു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. കൂടുതലായി ഒന്നും പറയുന്നില്ല. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം തന്നെ വകുപ്പ് മന്ത്രിയും എന്നുള്ള നിലയിൽ എനിക്ക് 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? ആ 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? അങ്ങനെ SIT നടത്തുന്ന അന്വേഷണം കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ ഇനി കഷ്ടിച്ച് 5-6 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ സമയപരിധിക്ക് ഉള്ളിലാണിപ്പോൾ നിർണായക നീക്കം SIT സംഘം നടത്തിയിരിക്കുന്നത്. ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴി എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഇനി കോടതിയിൽ എത്തുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. എന്തൊക്കെ ചോദ്യാവലികളാണ് കടകംപള്ളിക്ക് മുന്നിലേക്ക് വെച്ചത്, കടകംപള്ളി സുരേന്ദ്രൻ അതിനൊക്കെ എന്ത് മറുപടി നൽകിയിട്ടുണ്ട്? 2018 മുതൽ 25 വരെയുള്ള ഓരോ കാലഘട്ടങ്ങളും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും ശബരിമലയിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് കടകംപള്ളി സുരേന്ദ്രൻ മുതൽ ഇങ്ങ് PS പ്രശാന്ത് വരെയുള്ള ഓരോ അംഗങ്ങൾക്കും, ഓരോ ഉദ്യോഗസ്ഥർക്കും വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അവിടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കടകംപള്ളിക്ക് ഈ കേസിൽ ഉണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിലേക്ക് വഴിതെളിയിക്കുന്ന എന്തെങ്കിലും ലീഡ് അന്വേഷണ സംഘത്തിന് ലഭിച്ചോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. അനന്തൻ, കടകംപള്ളിയുടെ റോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ്? നേരത്തെയൊക്കെ നമ്മൾ കേട്ടതും കേട്ടുകേഴ്വികളായിരുന്നു. ചില ഫോട്ടോകൾ, ചിത്രങ്ങളൊക്കെ തന്നെ പോറ്റിയുമായിട്ടുള്ളത് പുറത്തേക്ക് വരുന്നു. ഒപ്പം പത്മകുമാറിന്റെ ആദ്യ മൊഴി, ദേവസ്വം വകുപ്പിലേക്കുള്ള പോറ്റിയുടെ സമീപിച്ച കാര്യം, ഇതൊക്കെ മൊഴികളായി വന്നിരുന്നു. അതിലേക്കൊക്കെ ഇനി അന്വേഷണം കാര്യമായി തന്നെ പോകേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ ചോദ്യങ്ങൾ കടകംപള്ളിക്ക് മുൻപാകെ SIT സംഘം വെച്ചിരിക്കണം? പ്രജീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം മന്ത്രിയായിരുന്ന 2019 സ്വർണ്ണക്കൊള്ള നടന്നത്. ആ സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന PS പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇരുവരിൽ നിന്നും മൊഴിയെടുത്തു എന്നുള്ളതാണ് ഇന്ന് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്റെ മൊഴിയെടുത്ത കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. 2019 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അന്വേഷണ സംഘം തന്നോട് ചോദിച്ചത് എന്നാണ് കടകംപള്ളിയുടെ പ്രതികരണം. അതിനപ്പുറം ഉള്ള പ്രതികരണത്തിലേക്ക് കടകംപള്ളി തയ്യാറായിട്ടില്ല. മാത്രമല്ല, പത്മകുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. കടകംപള്ളി അസ്വസ്ഥനാണ്. മാത്രമല്ല, ഈ ശനിയാഴ്ച കടകംപള്ളിയുടെ മൊഴിയെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നതോടുകൂടിയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പേരും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി പുറത്തു വന്നു തുടങ്ങിയത്. കാരണം പത്മകുമാർ നൽകിയ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സൗഹൃദം സംബന്ധിച്ചുള്ള സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു മൊഴിയെടുപ്പ് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നുണ്ടാകും എന്നുള്ളത് SIT കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അത് SIT സംഘം അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തുവെച്ചു ആ മൊഴിയെടുപ്പിന് വേണ്ടി എന്നുള്ളതാണ്. വൈകൽ ഉണ്ടായി എന്നുള്ളത് ഇതോടുകൂടി വ്യക്തമാവുകയാണ്. മാത്രമല്ല, PS പ്രശാന്തുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉറപ്പായും അത് 2025 ഈ സമാനമായ രീതിയിൽ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇളക്കി നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. അതിന് നേതൃത്വം നൽകിയത് PS പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് തന്നെയാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചത് 2019 കൊള്ള നടന്നപ്പോൾ അത് മറയ്ക്കാനുള്ള നടപടിയാണ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് 2025 ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ PS പ്രശാന്തിന് വീണ്ടും PS പ്രശാന്ത് കൂടി ചോദ്യമുനയിലേക്ക് വരുമ്പോൾ അത് ഗൗരവമുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് എന്താണ്? അതൊരു പങ്കിന്റെ മുകളിലാണോ അതോ ഏതെങ്കിലും മൊഴിയിലുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണോ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു മൊഴിയെടുപ്പ് ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ഏതായാലും ശനിയാഴ്ച SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ മൊഴിയെടുപ്പിന് ശേഷം തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ കടകംപള്ളിയുടെയും PS പ്രശാന്തിന്റെയും കാര്യത്തിൽ?
ഇതുവരെ അങ്ങനൊരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ സജീവമായ ചില നടപടികൾ SIT ഓഫീസിൽ നടക്കുന്നുണ്ട്. അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയതായി പുറത്തു വന്ന ചില പേരുകൾ, അത് ഡിണ്ടിഗലിലുള്ള MS മണി എന്ന് പറയുന്ന D മണി. ഞാൻ ചോദിച്ചത് ആനന്ദൻ, നമുക്ക് ഈ കടകംപള്ളിയിലേക്കും പ്രശാന്തിലേക്കും നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം മുൻ ദേവസ്വം ബോർഡിന്റെ തലവന്മാരെയും ഒക്കെ ഇവരെയൊക്കെ വിളിക്കുമ്പോഴൊക്കെ തന്നെ പിന്നീട് രണ്ടാമതൊക്കെ തന്നെ വിളിപ്പിക്കുകയും പിന്നീട് അതിന്മേലുള്ള നടപടികളുണ്ടായിരുന്നു. ഈ കടകംപള്ളിക്ക് ഒരു ചോദ്യാവലി നൽകുന്നു, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് തൃപ്തികരമാണോ അന്വേഷണ സംഘത്തിന് എന്നൊക്കെ നമുക്ക് ഒരു വ്യക്തത ഇപ്പോൾ വരുത്താൻ കഴിയില്ല. കാരണം ആ അന്വേഷണം ആ രീതിക്കാണ് നീങ്ങുന്നത്. ഈ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ അത് അന്വേഷണ സംഘം എത്രത്തോളം പരിശോധനയ്ക്ക് ഇതുവരെ വിധേയമാക്കിയിട്ടുണ്ട്, ആ വിധേയമാക്കിയതിന് ശേഷമാണ് ഈ ചോദ്യം ചെയ്യലിലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും കടകംപള്ളിയെ കേൾക്കുമോ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അധികം നാളുകളുമില്ല ഈ അന്വേഷണം ഇനി കോടതി പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ തീരാൻ. പ്രതീക്ഷ, 2019 ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണ് എന്നുള്ള കാര്യം അന്വേഷണത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് 2019 ദേവസ്വം ബോർഡും അതിലെ അംഗങ്ങളും ഒപ്പം തന്നെ അറിയിക്കുന്നു. ഉദ്യോഗസ്ഥരും കടകംപള്ളിയെ നമ്മുടെ PCR-ൽ നിന്നും ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഒന്നും പ്രതികരിക്കാൻ ഇല്ല എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. നേരത്തെ ഡയറക്റ്റ് ബൈറ്റ് നമ്മൾ എടുത്തിരുന്നു. ആ ദൃശ്യത്തിലും കടകംപള്ളി ഏറെ അസ്വസ്ഥനാണ്, പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി വിളിച്ചു, അപ്പോഴും അതേ മറുപടി തന്നെ. അനന്തൻ തുടരാം. അപ്പോൾ 2019 നടന്നത് സ്വർണ്ണക്കൊള്ളയാണ്. ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് ബോർഡും ഒപ്പം തന്നെ ബോർഡിലെ ഉദ്യോഗസ്ഥരുമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അവരെല്ലാം അതിൻ്റെ 2-3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ജയിലിലുമാണ്. അപ്പോൾ ഇങ്ങനെ തൻ്റെ വകുപ്പിന് കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് അന്നത്തെ ദേവസ്വം മന്ത്രി അറിഞ്ഞില്ലേ എന്നുള്ളത് പൊതുസമൂഹത്തിന് സ്വാഭാവികമായി ഉന്നയിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ചോദ്യത്തിനുള്ള മറുപടി തന്നെയാകും SITയും തേടിയിരിക്കുക. അതിനെന്ത് മറുപടിയാണ് കടകംപള്ളി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളിക്ക് മുൻപ് മൊഴിയെടുപ്പിന് വിധേയമായിട്ടുള്ളവർ നൽകിയിട്ടുള്ള മൊഴികളിൽ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പത്മകുമാർ നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവൂ. അപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ കടകംപള്ളി നൽകിയ മൊഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ടോ, നേരത്തെ കിട്ടിയ മൊഴികൾ, അതുമായി ബന്ധപ്പെട്ട SIT നടത്തിയ അന്വേഷണം, അതിന് വിരുദ്ധമായ എന്തെങ്കിലും മൊഴിയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കടകംപള്ളിക്ക് കുരുക്കാവും എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൂടി പരിശോധിച്ച ശേഷമാകും SIT അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ടെങ്കിൽ. നേരത്തെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറഞ്ഞത് ഈ സ്പോൺസറായിരുന്ന പൂറ്റി വകുപ്പിനെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന്മേലൊരു കാര്യമായ പരിശോധന ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നോ? അങ്ങനൊരു നീക്കം നടന്നതായിട്ട് ഒരു സ്ഥിരീകരണമില്ല. കാരണം ആ മൊഴി സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കടകംപള്ളിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കത്തിൻ്റെ കാര്യമോ അതല്ല പോറ്റിയുമായുള്ള സൗഹൃദങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും ബോർഡിൻ്റെ അന്നത്തെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചോദിച്ചത് എന്നുള്ളതാണ്. ഏതായാലും 2 മണിക്കൂർ കടകംപള്ളി SITയുടെ മുന്നിൽ ഇഞ്ചക്കൽ ഓഫീസിൽ ഇരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ വിശദമായ കാര്യങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താണ് കടകംപള്ളിയെ മൊഴിയെടുക്കാനുള്ള കാരണം അത് SIT വെളിപ്പെടുത്തേണ്ടതുണ്ട്. അത് കോടതിക്ക് മുൻപാകെ ആയാലും അതല്ലെങ്കിൽ സർക്കാരിന് മുൻപിലാകായാലും. കാരണം ഒരു മന്ത്രിയാണ്, അതിനൊപ്പം തന്നെ CPMന്റെ സമുന്നതനായ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ മൊഴിയെടുക്കുമ്പോൾ അതെന്തിനാണ് എന്നുള്ളത് പൊതുസമൂഹത്തിനും രാഷ്ട്രീയ കേരളത്തിനും അറിയേണ്ട ബാധ്യതയുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരാളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുമ്പോൾ അതിൻ്റെ കൃത്യമായ കാരണം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ഇനി എത്രത്തോളം ഇതിനകത്തെ കാര്യങ്ങൾ രഹസ്യമായി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്രത്തോളം അത് കടകംപള്ളിക്കും ഒപ്പം തന്നെ ആ വിവരങ്ങൾ പുറത്തു വരാത്തിടത്തോളം കടകംപള്ളിക്കും സ്വാഭാവികമായും CPMനും സർക്കാരിനും അത് വലിയ ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. കാരണം എന്താണ് കടകംപള്ളിക്ക് ഇതുമായി ബന്ധപ്പെട്ട റോൾ, എന്തിനാണ് കടകംപള്ളിയെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്, എന്ത് ചോദ്യങ്ങളാണ് ചോദിച്ചത്, ഈ ചോദ്യങ്ങൾക്ക് അതൊരു സാധാരണ വേരിഫിക്കേഷൻ മൊഴിയെടുപ്പ് മാത്രമായിരുന്നോ, അതല്ല കടകംപള്ളിയുടെ പങ്കാളിത്തം സംശയിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു? ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നില്ലെങ്കിൽ അത് വരുന്നത് വരെ കടകംപള്ളി സുരേന്ദ്രനും CPMും സർക്കാരും സംശയമുനയിൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് രാഷ്ട്രീയമായി സർക്കാരിനും CPMനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അത് ദോഷം ചെയ്യും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പ്രതീക്ഷ, അനന്തൻ, മുൻ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ മുതൽ ഒരുപറ്റം ഉദ്യോഗസ്ഥരും ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും അവരൊക്കെ തന്നെ റിമാൻഡിലുമാണ്. അവരിൽ ആരുടെയെങ്കിലും മൊഴി കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചറിയലുണ്ടായിട്ടുണ്ടോ?
നമുക്കറിയാം ഈ കേസിന്റെ തുടക്കം മുതൽ ആദ്യം അറസ്റ്റിലാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും മുരാരി ബാബു ആയാലും അവരുടെയൊക്കെ മൊഴികളുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ മൊഴി ഒരു പേര് ഉയർന്നു വന്നിരുന്നില്ല. ഏറ്റവും ഒടുവിൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് നടക്കുന്നതോടുകൂടി ആ പോലീസ് ആസ്ഥാനത്ത്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പത്മകുമാറിനെ ഇരുത്തി ചോദ്യം ചെയ്ത് അതൊരു അറസ്റ്റിലേക്ക് പോകുമ്പോൾ ആ മൊഴിയെടുപ്പിലാണ് കടകംപള്ളിയുടെ പേര് പരാമർശിക്കപ്പെട്ടത്. അന്നു മുതലാണ് കടകംപള്ളിയുടെ പേരും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു ലിങ്ക് ചെയ്തുകൊണ്ട് വാർത്തകൾ വരാൻ തുടങ്ങിയതും. അപ്പോൾ അതിനു മുൻപ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചില സൗഹൃദ സദസ്സുകൾ സംബന്ധിച്ചുള്ള ഫോട്ടോകൾ, അതുപോലെ തന്നെ ഒരു വീടിന്റെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റു നേതാക്കളുമായി ചേർന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് അതിനെ കടകംപള്ളിയൊക്കെ പ്രതിരോധിച്ചത്. പക്ഷേ ഈ പത്മകുമാറിന്റെ മൊഴി വന്നതിന് ശേഷം, മൊഴിയിലെ വിശദാംശങ്ങൾ വന്നതിന് ശേഷം വലിയൊരു രാഷ്ട്രീയ ഒരു പ്രതിസന്ധി കടകംപള്ളി നേരിട്ടിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമുക്ക് അറിയാം, ഈ SITയിൽ നിന്നുള്ള വിവരം അനുസരിച്ച് കടകംപള്ളിയുടെ മൊഴി എന്തായാലും എടുക്കും എന്നുള്ള കാര്യവും ഉറപ്പായിരുന്നു. പക്ഷേ അത് വൈകിപ്പോയി. മാത്രമല്ല, കോടതി നിരീക്ഷിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കാര്യമായ ഒരു പ്രവർത്തനം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കടകംപള്ളി ചോദ്യം ചെയ്യുന്ന